എബോ 100 ഒക്കെ ക്രൂസ് ചെയ്യാല. ലൈക്ക് ഓട്ടോമാറ്റിക്കലി ബ്രേക്സ് അപ്ലൈ ചെയ്തു. തന്നെ ആക്സിലറേറ്റ് ചെയ്തു. സ്ലോയിങ് ഡൗൺ. ഫ്രണ്ടിൽ പോകുന്ന സോ അത് എത്ര സ്പീഡിലാണ് പോകുന്നത് അതനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, ആ നല്ല സ്ലോ ചെയ്തു. ഞാൻ അങ്ങനെ തൊട്ടട്ടേ ഇല്ല. നമ്മുടെ ലീഡ് വെഹിക്കിൾ എത്ര സ്പീഡിൽ പോകുന്നു ആ സ്പീഡിൽ ഓക്കെ കീപ്പ് ചെയ്തോളൂ അല്ലേ? അതെ. ബ്രോ മഴ അറിയുന്നുണ്ടോ? അകത്ത് കയറണോ? കയറണ കയറിക്ക്. ആ ഓക്കെ.
അപ്പോൾ മഴയായിപ്പോ അല്ലേ? അതെ. വയർലെസ് ചാർജർ അത്. അത് വേറെ സാധനം. ഓക്കെ, ബ്രോയുടെ പേര്? അരുൺ. അഭിനന്ദ്. ഓക്കെ, വെൽക്കം ടു ദ ഡ്രൈവ്. താങ്ക് യു. ലൈക്ക് റിയർ സീറ്റിനെ ഡിക്ലൈൻ ചെയ്യാൻ പറ്റും അല്ലേ? ഫസ്റ്റ് സെഗ്മെന്റ് ആണ് ആക്ച്വലി. നമുക്ക് ഈ ഒരു സീറ്റ്സ് എന്ന് പറയുന്ന റിയറിൽ നമ്മുടെ കസ്റ്റമറിന്റെ കംഫർട്ട് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ പാസഞ്ചർ കംഫർട്ട് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ റിക്ലൈം ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ആണ്, നമുക്ക് ലെവൽസ് ഇല്ല. കംഫർട്ട് അനുസരിച്ച് നമുക്ക് റിക്ലൈം ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് വെന്റിലേറ്റഡ് ആണ്. ബെഞ്ച് സീറ്റ്സ് വരുന്നത് വെന്റിലേറ്റഡ് ആണ്. നോർമലി ഫ്രണ്ടിലായിരിക്കും എല്ലാ വെഹിക്കിൾസിനും സെക്കൻഡിൽ വരുന്ന വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നത്. നമ്മുടെ സിറോസിൽ വരുമ്പോഴത്തേക്കും റിയറും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. സോ ആ ഒരു കംഫർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈവൻ സസ്പെൻഷന് പോലും വളരെയധികം സ്റ്റിഫും അല്ല, ബട്ട് അത്രയും സോഫ്റ്റും അല്ല. ഒരു എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ ഗ്ലാസ് ഏരിയ കുറച്ചും കൂടി നമുക്ക് വൈഡായിട്ടുള്ള ഗ്ലാസ് ഏരിയ ആണ് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു റൂമി ഫീൽ നമുക്ക് ക്യാബിൻ്റെ അകത്തിരിക്കുമ്പോൾ തന്നെ ഫീൽ ആവും. ഓട്ടോ വൈപ്പേഴ്സ് ആണോ? അതെ, ഹൈ ലോ ഇൻ ബിറ്റ്വീൻ ഉള്ള സെറ്റിംഗ്. നമ്മുടെ ആ ഒരു ബൈക്കിങ്ങിന്റെ സ്പീഡ് കുറയ്ക്കാനും. അഡാസ് വരുന്നുണ്ടോ? ഇത് അഡാസ് ലെവൽ 2 ആണ് നമ്മുടെ സിറോസിൽ വരുന്നത്. സ്പീഡോ മീറ്റ് അല്ലെ? അതെ, സൈൻ ബോർഡ്സ് ഒക്കെ എല്ലാം വരുന്നുണ്ട്. ക്രോസ് ട്രാഫിക് വരുന്നുണ്ട്. എയർ ബാഗ്സ് ഒക്കെ 6 ആയിരിക്കും അല്ലേ? 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ്. 20 സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലെയിൻ ചേഞ്ച് ക്യാമറ, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ ആണ് വരുന്നത്. 360 ക്യാമറ നമുക്ക് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ടൈറ്റ് പാർക്കിംഗിൽ നമുക്ക് ആ ഒരു ടെൻഷൻ വേണ്ട, ഈസി പാർക്കിംഗ് ആണ്. ഓക്കെ, പിന്നെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കേട്ടോ. ഞാൻ ലൈക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലോവർ കൺട്രോൾസ് ഒന്നും പെട്ടെന്ന് കിട്ടിയില്ല. വെറുതെ എനിക്ക് മനസ്സിലാവും. ഓക്കെ, AC കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ആയിരിക്കുന്നത്. ആക്ച്വലി ഒരു ട്രിനിറ്റി ഡിസ്പ്ലേ ആണ്. നമുക്ക് എല്ലാം വേണ്ട, ഒരു ഡ്രൈവറിനും ഒരു പാസഞ്ചറിനും വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഈവൻ കിയ കണക്ട് ഉൾപ്പെടെ വരുന്നത് വോയിസ് എനേബിൾഡ് ആണ്. വോയിസ് കമാൻഡ് കൊടുത്ത് തന്നെ പല കാര്യങ്ങളും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഈവൻ വിൻഡോസ് ഓപ്പൺ ചെയ്യാം, സൺറൂഫ് ഓപ്പൺ ചെയ്യാം, ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ വരുന്ന ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് ഈ പറയുന്ന കിയ കണക്റ്റിൽ തന്നെ വരുന്നുണ്ട്. വൈൽ ഡ്രൈവിംഗിൽ തന്നെ വോയിസ് കമാൻഡ് കൊടുത്തതിന് ഇതെല്ലാം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ഇതിപ്പം ലൈക്ക് എങ്ങനെ ഇതിന്റെ വേരിയന്റ് സ്പ്ലിറ്റ് ഒക്കെ വന്നേക്കുന്നത്? പെട്രോൾ, ഡീസൽസ് അങ്ങനെയൊക്കെ എല്ലാം. നമുക്ക് 2 ടൈപ്സ് ഓഫ് എഞ്ചിൻസ് ആണ് നമുക്കിപ്പോൾ സിറോസിൽ കിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് 1 ലിറ്റർ GDA ആണ്. TGDA ടർബോ ആണ് വരുന്നത്. അത് നമുക്ക് രണ്ടും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിറോസിൽ വരുന്ന 2 എഞ്ചിൻസും ടർബോ എഞ്ചിൻസ് ആണ്. ഡീസലും ടർബോ തന്നെയാണ്, പെട്രോളും ടർബോ തന്നെയാണ്. CNG ഓപ്ഷൻസ് വന്നിട്ടില്ല. തിരക്കിടില്ലാത്തൊരു പവർ ഔട്ട് ആണ് നമുക്ക് വരുന്നത് വെഹിക്കിളിന്. ഏകദേശം 1 ലിറ്റർ ആണ് നമ്മൾ ഓടിക്കുന്നത്. 1 ലിറ്റർ DCT ആണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഈ ഒരു ഫിനിഷ് ടച്ച് ഒക്കെ കൊള്ളാം. ഡിസ്പ്ലേ ലൈക്ക് ഏത് ഗിയർ എൻഗേജ് എന്നൊക്കെ ഉള്ള കാണിക്കുക. അതെ. ഓക്കെ, ഇതിന്റെ വേരിയൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് വേരിയൻസ് വരുന്നത് HTK ആണ് ഏറ്റവും ബേസ്. ബേസിൽ തന്നെയാണ് മാക്സിമം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട്. ഈവൻ ഇൻക്ലൂഡിങ് നമ്മളെ ഈ ഒരു ഡിസ്പ്ലേ ട്രിനിറ്റി സെൻട്രൽ ആ ഒരു AC-യുടെ ഡിസ്പ്ലേ ഒഴിച്ചിട്ട് ബാക്കി 2 നമുക്ക് വരുന്നുണ്ട്. കൂടാണ്ട് തന്നെ ഫ്രണ്ട് സെൻസേഴ്സ്, റിയർ ക്യാമറ, അങ്ങനെയുള്ള എല്ലാം മെയിൻ ആയിട്ടുണ്ട്. 6 എയർ ബാഗ്സ്, അങ്ങനെ വരുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഡ്രൈവറിന് വേണ്ട എന്തൊക്കെയാണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തന്നെയാണ്. കൂടാണ്ട് തന്നെ നമുക്ക് ബേസ് ഓപ്ഷൻ അതാണ്. സെക്കൻഡ് ഓപ്ഷൻ വരുമ്പോഴത്തേക്കും HDK ഓപ്ഷൻ എന്ന് പറയുന്നൊരു
മോഡലാണ് വരുന്നത്. ദെൻ HT++ ഓപ്ഷൻ വരുന്നുണ്ട്. വരുന്നുണ്ട്. അത് മുതലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് HTX വരുന്നുണ്ട്. HTX വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ HTX+ വരുന്നുണ്ട്. പിന്നെ പ്ലസ് ഓപ്ഷൻ കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്നത് ഏറ്റവും ടോപ്പ് ആണ്. പ്ലസ് ഓപ്ഷൻ ആണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇതിന് മറ്റേതുപോലെ GT ലൈൻ ഒക്കെ ഉണ്ടോ? ഇതിൽ GT ലൈൻ വന്നിട്ടില്ല. സ്റ്റിയറിംഗിൽ തന്നെ അല്ലേ ഡ്രൈവ് ആൻഡ് ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് നമുക്ക് ഡ്രൈവ് മോഡ്സും വരുന്നുണ്ട്, അതുപോലെ ട്രാക്ഷൻ മോഡ്സും വരുന്നുണ്ട്. 3 ഡ്രൈവ് മോഡ്സും അതുപോലെ തന്നെ ട്രാക്ഷൻ മോഡ്സും നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈവൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു MID മൊത്തം തീം മൊത്തത്തിൽ ചേഞ്ച് ആവും. ഓവറോൾ ത്രോട്ടിൽ റെസ്പോൺസും എല്ലാം മാറി. അതെ. പിന്നെ സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഹെർമൻ കാർഡനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ലൊരു സബ്വൂഫർ, ഈവൻ സബ്വൂഫർ ഉൾപ്പെടെയാണ്. സബ്ബല്ലേ? AC ഓഫ് ആയിരുന്നല്ലേ? പിന്നെ AC ടെമ്പറേച്ചർ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം വോയിസ് കമാൻഡ് വെച്ചിട്ട്. ഹേ കിയ, സെറ്റ് AC ടെമ്പറേച്ചർ ടു 24 degrees Celsius. 24ലേക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്തു. കമാൻഡാണ്. അത് പിന്നെ റെക്കഗ്നൈസ് ചെയ്തു. കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ്. ഓക്കെ. അപ്പം ഒരു ഇൻബിൽറ്റ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടോ? അതോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്. കിയ കണക്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് തന്നെ വെഹിക്കിളിന്റെ ലൈവായിട്ടുള്ള നമ്മുടെ ഈവൻ ഒരു ജിയോ ട്രാക്ക് ചെയ്യാനാണ്. ജിയോ ഫിൻസ് ചെയ്യാം. അതുപോലെ തന്നെ ലൈവ് സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഈവൻ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ ഉൾപ്പെടെ നമുക്ക് ഇതിൽ സ്പീഡ്സ് കാര്യങ്ങളെല്ലാം അറിയാം. നമ്മൾ എവിടെയാണോ രാഷ്ട്രീയ ചെയ്തത്, എവിടെയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഈവൻ ഓവർ സ്പീഡ് ആണെന്നുണ്ടെങ്കിലും ഓവർ സ്പീഡ് അലേർട്ട് നമുക്ക് വരുന്നുണ്ട്. അത് എല്ലാം കിയ കണക്ട് അത് വെച്ച് സെറ്റ് ചെയ്യുന്നത് തന്നെയാണ് വരുന്നത്. എക്കോ മോഡ് വന്നപ്പോ എല്ലാം പച്ചയല്ലേ? അതെ. LED ഹെഡ് ലാംപ്സ് ഒക്കെ ആണല്ലേ? അതെ, LED ഹെഡ് ലാംപ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് തന്നെയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 2 സ്പോക്ക് ആണ്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ബോട്ടം ആൻഡ് ഫ്ലാറ്റ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ച കിയ ഒരു അസിമെട്രിക്കൽ ആയിട്ട് പ്ലേസ് ചെയ്തേക്കുന്നു. ലൈൻ അസിസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം വരുന്നുണ്ട്. ലൈൻ അസിസ്റ്റ് വരുന്നുണ്ട്, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ് വരുന്നുണ്ട്, ബ്രേക്കിംഗ് വരുന്നുണ്ട്, ഇലക്ട്രിക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 16ഓളം ഫീച്ചേഴ്സ് തന്നെ നമുക്ക് അഡാസിൽ തന്നെ വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 8,99,9 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എക്സ്ഷോറൂം ആണ്. എക്സ്ഷോറൂം പ്രൈസ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സ് വരുന്നൊരു മോഡല് നമുക്ക് ഇല്ല. സ്പോർട്സ് മോഡ് എൻ്റയർലി ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ മാറുന്നുണ്ട്. ക്ലസ്റ്ററും മാറി. ക്ലസ്റ്റർ ആ ഒരു മൊത്തത്തിൽ തീം തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആവും. ഈവൻ ആ ഒരു വെഹിക്കിളിന്റെ റിവ്യൂ പോലും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. എഞ്ചിൻ സൗണ്ട്സ് ഒക്കെ മാറി. ഇതിപ്പം 1 ലിറ്റർ ടർബോ അല്ലേ? ഇത് 1 ലിറ്റർ GDI. നമ്മുടെ സിറോസിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. കാരണം രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് നമുക്ക് വെഹിക്കിളിന് വരുന്നത്. രണ്ടും ടർബോ ആണ്. ഈവൻ പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടർബോ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഡീസലിലും ടർബോ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. എല്ലാം 1.5 ആണ് നമുക്ക് CRDA. കൊളിഷൻ വാർണിംഗ് ആണ്. പെട്രോൾ ആകുമ്പോഴത്തേക്കും DCT ഗിയർ ബോക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പെർഫോമൻസ് ഓറിയന്റഡ് ഗിയർ ബോക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 7 സ്പീഡ് DCT ആണ്. സ്പോർട്സ് മോഡ് ആയതുകൊണ്ട് അത്ര റിവ്യൂ നിൽക്കുന്നത്. പിന്നെ പാഡിൽസും കൂടെ യൂസ് ചെയ്യും. അതെ. ആക്ച്വലി ക്വൈറ്റ് ഹാൻഡി ആയിട്ടുള്ള ഒരു വണ്ടി. സിറ്റി യൂസ് ഫോർ ലോങ് ഡ്രൈവ്സ് ഒക്കെ യൂസ് ചെയ്യാം. എനിക്ക് സ്റ്റിയറിംഗ് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ലൈൻ അത് ഓൺ ആയിട്ട് ഈവൻ അഡാസ് ആക്ടിവേറ്റ് ആണെന്നുണ്ടെങ്കിൽ
ഓക്കെ. ഇതെല്ലാം വാക്കിങ്സ് എല്ലാം പ്രോപ്പറായിട്ട് സെൻസ് ചെയ്തിട്ട് തന്നെ നമുക്കൊരു ഗൈഡൻസ് തരും. ഓക്കെ. അന്നേരം നമുക്ക് കയ്യിലിരുന്ന് ഇത് സെൽഫ് കറക്റ്റ് ചെയ്യുന്ന മനസ്സിലാവും. അതെ. ഇതിന്റെ ഒരു മൈലേജ് ഫിഗേഴ്സ് ഒക്കെ 1 ലിറ്റർ ടർബോന് എത്ര പ്രതീക്ഷിക്കാം? ടർബോന് നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 17-18 റേഞ്ച് ചെയ്യാം. പിന്നെ നമ്മൾ അറിയാലോ ആസ് പെർ ഡ്രൈവിംഗ് കണ്ടീഷൻസ് ആണ്. വെരി യെസ്, യെസ്, ഡിപ്പെൻഡ്സ് ഓൺ ഡ്രൈവർ. ഡീസൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഓൺ ആവറേജ് നമുക്കൊരു 19+ കിട്ടുന്നുണ്ട് നോർമലി. അതും ഈ പറയുന്ന ഡ്രൈവിംഗ് കണ്ടീഷൻസ് പോലെ ഇരിക്കും. അത് സിഗ്നൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സിംബൽസ് ഡ്രൈവേഴ്സിന് അലേർട്ട് തരുന്നുണ്ട്. ഓക്കെ. കുറച്ചും കൂടെ നമ്മുടെ അലേർട്ടായിട്ടിരിക്കാനായിട്ട്. ഇത് എത്ര 120 PS ആണോ? ഇത് 120 PS ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. ഡീസൽ വരുമ്പോഴത്തേക്കും നമുക്ക് 116 PS ആണ് വരുന്നത് പവർ. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ടോ? യെസ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന വെഹിക്കിളിനെ ഗൈഡ് ചെയ്ത് തന്നെ പൊക്കോളും. സ്പീഡ് ഇതിപ്പം നമ്മുടെ സ്റ്റിയറിംഗ് കറക്ഷൻ ആണ്. അതെ. നിയർലി ലൈൻ ഉണ്ടെങ്കിൽ ഹാൻഡ്സ് ഡിറ്റക്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു അലേർട്ട് തരും. കാരണം നമ്മൾ ഇനി മാനുവലി നമ്മൾ ഡ്രൈവ് ചെയ്യണമെന്ന് കാണിക്കുന്ന അലേർട്ട് തരും. കാരണം അതൊരു സേഫ്റ്റിയാണ്. ക്രൂസ് സെറ്റ് ചെയ്യണമെങ്കിലോ? അത് എബോവ് 30 കിലോമീറ്റേഴ്സ് വന്നാലേ നമുക്ക് ക്രൂസ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളൂ. നമ്മൾ കറന്റ് ഓടിക്കുന്ന വേരിയന്റിന് എന്ത് പ്രൈസ് വരാം? ഓക്കെ, നമ്മൾ കറന്റ് ഓടിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് HTX പ്ലസ് ഓപ്ഷൻ ആണ്, ഓട്ടോമാറ്റിക് ആണ്. സോ അതിന്റെ പ്രൈസ് എക്സ്ഷോറൂം പ്രൈസ് വരുമ്പോഴത്തേക്കും 16.79 ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കിന്റെ ആണ്. ക്ലിയർ ലൈൻസ് വേണം തോന്നുന്നു. അതെ, നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഡിം ലൈറ്റ് ആണ്. കൂടാതെ തന്നെ നമുക്ക് അത്യാവശ്യം തിരക്കില്ലാത്ത മഴയുണ്ട്. സോ മാർക്കിങ്സ് പ്രോപ്പറായിട്ട് വിസിബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അഡാസ് ഫങ്ഷൻസ് വർക്ക് ആവത്തില്ല. കാരണം എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഇതിനകത്ത് എടുത്തു പറയത്തക്ക എന്തെങ്കിലും ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? എടുത്തു പറയാനുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഹൈലൈറ്റ് എന്ന് പറയാൻ തോന്നിയ, നമ്മൾ ക്യാബിന്റെ അകത്ത് നമ്മളെപ്പോഴും നമ്മുടെ ഫാമിലി എപ്പോഴും സേഫ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താണ് നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റി അപ്പീലിംഗ് എന്നുള്ള അതെ, ഒരു വിഷ്വലി അപ്പീലിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാഷ് ബോർഡ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ബയോമെലാൻസ് എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് ബയോഗ്രേഡബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വെഹിക്കിൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിന്റെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടാണ്. ഇപ്പോൾ വെഹിക്കിൾ കുറേ നേരം വെയിലത്തൊക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാബിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആയിരിക്കും നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. കൈൻഡ് ഓഫ് സ്ലോ പോയിസണസ് ഗ്യാസ് ആണ്. സോ അതിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബയോഗ്രേഡബിൾ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആ ടോക്സിക് ഗ്യാസസ് ഒന്നും നമുക്ക് ഈ പറയുന്ന ഉണ്ടാവത്തില്ല. സോ നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കുട്ടികളും ഒക്കെ നമ്മൾ വെഹിക്കിളിൽ കയറുന്നതാണ്. സോ അവർക്കൊക്കെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ പെട്ടെന്നൊന്നും നോട്ട് ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നൊരു. കാരണം ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ ആ ഒരു ചില വെഹിക്കിൾസിനൊക്കെ വെയിലത്ത് കിടന്ന് ഉരുവും അതുപോലത്തെ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ വെഹിക്കിൾ ഉണ്ടാവത്തില്ല. വേറെ ലൈക്ക് ആംബിയന്റ് ലൈറ്റിംഗ് വരുന്നുണ്ടോ? ആംബിയന്റ് ലൈറ്റിംഗ് വരുന്നുണ്ട്. കംഫർട്ട് അനുസരിച്ച് പാർക്ക് മോഡ് പാർക്ക് ലൈറ്റ് ഇടുന്ന സമയത്താണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്.
കുറച്ചുകൂടി ഡിം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി കളറിന്റെ ആ ഒരു പ്രൊജക്ഷൻ നമുക്ക് കിട്ടും. യെല്ലോ കളറാണ് തോന്നുന്നു. ഇതല്ല, ഇതൊരു ലൈനാണ്. യെല്ലോ ലൈൻസ് നമുക്ക് തന്നെ വരുന്നത്. അല്ലല്ല, അതിലല്ല, ഡാഷ്ബോർഡ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഇതിന്റെ അകത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം, നമ്മുടെ മൂഡ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത് ഡിസ്പ്ലേയിലാണ് അതൊക്കെ വരുന്നത്? അതെ, ഡിസ്പ്ലേയിലാണ് നമ്മൾ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യേണ്ടത്. ഡീസൽ വേരിയൻസിന്റെ പെട്രോൾ ഡീസലിന്റെ വേരിയൻസ് സെയിം ഇത് തന്നെയാണ് വരുന്നത്. HDKയിൽ മാത്രമാണ് പെട്രോൾ വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ മുതൽ നമുക്ക് ഡീസൽ ഓപ്ഷൻസും വരുന്നുണ്ട്. HDX മുതലാണ് ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നത്. ഡീസലിന്റെ ഒരു പ്രൈസ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്ങനെ വരും കമ്പയർഡ് ടു പെട്രോൾ എന്നുള്ള രീതിയിൽ? ഓക്കെ, ഒരു 2 lakhs ഡിഫറൻസ് ആണ് നമുക്ക് നോർമലി കമ്പയർഡ് ടു പെട്രോൾ. യെസ്. ഓക്കെ. സിറോസിന് ഒത്തിരി ഫസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈവൻ റിയർ സീറ്റ്സ് പോലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഈ ഒരു വെഹിക്കിളിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെ, കൂടാതെ തന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് റിയറിലും കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒരു ലക്ഷറി വെഹിക്കിൾസിനൊക്കെയാണ് കൂടുതലും ഈ പറയുന്ന വെന്റിലേറ്റഡ് സീറ്റ്സ് റിയറിൽ വരാറ്. പക്ഷെ നമ്മുടെ വെഹിക്കിളിന് ഫ്രം ദ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ പാനോറാമിക് സൺറൂഫ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു റൂമിനെസ് നമുക്ക് ഫീൽ ആവും. കോമ്പറ്റീറ്റീവ് വെഹിക്കിൾസ് ഏതൊക്കെയായിരുന്നു? നമ്മുടെ കോമ്പറ്റീറ്റീവ് വെഹിക്കിൾസ് സ്കോഡയുടെ തന്നെ കയ്യിലേക്ക് വരുന്നുണ്ട്. സബ് 4 മീറ്റർ വെഹിക്കിൾസ് എല്ലാം ഓൾമോസ്റ്റ് കോമ്പറ്റീറ്റീവ് ആണ്. നമ്മുടെ വെഹിക്കിൾ സബ് 4 മീറ്റർ ആണ്. 3995 വെഹിക്കിൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ പക്ഷെ അതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ള വെഹിക്കിൾസോട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാബിൻ കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ട് ഒരു 4.3 സെഗ്മെന്റിലേക്ക് ഇരുന്ന് പോകുന്ന ലെങ്ത് വരുന്ന ഒരു സെഗ്മെന്റിലേക്ക് ഇരുന്ന് പോകുന്ന ഒരു കംഫോർട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് വെഹിക്കിളിന് വാറണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന 3 years അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം 5 years അൺലിമിറ്റഡ് കിലോമീറ്റർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് അല്ലെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടോ? അസഫിന് നമുക്ക് ഓഫേഴ്സ് ഒന്നും ഇല്ല. ബിക്കോസ് ഒരു മാസം ആവുന്നില്ല. പക്ഷെ ഒരു ഏകദേശം 20,000+ ബുക്കിംഗ്സ് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. വെഹിക്കിൾ ലോഞ്ച് ചെയ്ത് വിത്തിൻ 3 weeksനകത്ത് തന്നെ. സോ അത്യാവശ്യം നല്ലൊരു ബൂം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമേഴ്സ് ഡ്രൈവിംഗ് സമയത്ത് കസ്റ്റമേഴ്സ് എല്ലാം ടോട്ടലി ഹാപ്പിയാണ്. ഈവൻ റിയർ കംഫോർട്ട് പോലും നോക്കുകയാണെന്നുണ്ട്. ഈവൻ ഓടിച്ചപ്പോ തന്നെ മനസ്സിലായി കാണാം സസ്പെൻഷൻ അത്രയും സ്റ്റിഫ് അല്ല. സോ സ്റ്റിഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യം ഓടിച്ചിട്ട് മോശം പറയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഒരു വെറൈറ്റി ഉണ്ട് നോർമൽ വെഹിക്കിൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഡീസലിന് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടോ? ഡീസൽ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം മിസ്സായി, നമ്മുടെ ഓൾ വീൽ ഡിസ്ക് ബ്രേക്സ് ആണ് ഈ പറയുന്ന ഓട്ടോമാറ്റിക് വേരിയൻസ് എല്ലാം വരുന്നത്. ബെറ്റർ സ്റ്റോപ്പിംഗ് പവർ, ബെറ്റർ ബ്രേക്കിംഗ്. പിന്നെ ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗിയർ ലെവൽ വരുന്നത് പാർക്ക് ബ്രേക്ക് ഒക്കെ വരുന്നത് ഇലക്ട്രിക്കലി ആണ്. കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. ഈവൻ ഓട്ടോ ബ്രേക്ക് ഹോൾഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇത് എനിക്ക് ക്യാമറ സെൻസേഴ്സിന്റെ ഫോൾഡ് ചെയ്യാൻ ഇതാണല്ലേ.
ആക്ടിവേറ്റ് ആയത് ഫ്രണ്ട് സെൻസർ ആയിരുന്നു. ഇപ്പം ക്യാമറ ആക്ടിവേറ്റ് ആവും. അതെ, അത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ. ഇവിടെ തന്നെയാണ് നമ്മൾ ഗിയർ ലെവൽ തൊട്ട് താഴെ തന്നെയാണ്. ഇവിടെ ആണല്ലേ പാർക്കിംഗ്? അത് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ബ്രേക്ക് ഹോൾഡും അവിടെ വരുന്നത്. ഹാൻഡ് ബ്രേക്ക് അപ്പോൾ ഇവിടെ അല്ലേ? ഹാൻഡ് ബ്രേക്ക് അവിടെ വരുന്നത്. Like kind of minimal design. Yes. ഓണാണോ ഓൾ ടൈം? നമുക്കല്ല മറ്റേ ബ്രേക്ക് ചവിട്ടുമെന്നുള്ള? ഇല്ല, അങ്ങനെ വരത്തില്ല. ഈവൻ ബ്രേക്കിൽ നമ്മൾ ചെറിയൊരു അത് നമുക്ക് ഓഫ് ചെയ്തിടാം. കാരണം ഇന്ത്യൻ റോഡിന്റെ സിറ്റുവേഷൻസ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല. ഒന്ന് ലോഞ്ച് ചെയ്ത് നോക്കണേ. ഇപ്പോൾ 100 ഒക്കെ ക്രൂസ് ചെയ്യാല. ലൈക്ക് ഓട്ടോമാറ്റിക്കലി ബ്രേക്സ് അപ്ലൈ ചെയ്തു. തന്നെ ആക്സിലറേറ്റ് ചെയ്തു. സ്ലോയിങ് ഡൗൺ. ഫ്രണ്ടിൽ പോകുന്ന വെഹിക്കിൾസിൻ്റെ അനുസരിച്ച്. സോ അത് എത്ര സ്പീഡിലാണ് പോകുന്നത് അതനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, നല്ല സ്ലോ ആയിരുന്നു. ഞാൻ ഇങ്ങനെ തൊട്ടട്ടേ ഇല്ല. നമ്മുടെ ലീഡ് വെഹിക്കിൾ എത്ര സ്പീഡിൽ പോകുന്നു ആ സ്പീഡിൽ ഓക്കെ കീപ്പ് ചെയ്തോളൂ അല്ലേ? അതെ. എനിക്കത് ഇത് വെച്ചിട്ട് ലൈക്ക് ഡിസ്റ്റൻസ് നമുക്ക് മാറ്റാം. 4 3 ഓക്കെ 1 എത്തുവാണെങ്കിൽ കുറച്ചുകൂടെ കീപ്പ് ചെയ്യും. എനിക്കൊന്ന് ഹാൻഡ്സ് ഡിറ്റക്ട് ചെയ്യും അല്ലേ? ഹാൻഡ്സ് നമ്മൾ സ്റ്റിയറിംഗിൽ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് ആണ്. ഓ ശരി ശരി ശരി. ഓ അവര് തന്നെ ആവുമ്പം അതിനറിയായിരിക്കും അല്ലേ? ഹൈവേസിലൊക്കെ ലൈക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും. ലോങ് ജേർണിയിലൊക്കെ ഫാറ്റിഗ് ഫ്രീ ആണ്. നിയർലി ഓടിച്ചു തരും.